ഹായ്, വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഞാനിന്നിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഡെയിലി നമ്മുടെ സ്റ്റഡി വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ലേറ്റ് ആകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ഹാമിൽട്ടൺ, കാനഡയിലാണ്. CAGയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം: സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ. GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A. വെട്ടത്ത് സമ്പ്രദായമെന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന കലാരൂപം കഥകളിയാണ്. പ്രഥമ പാരാലിമ്പിക്സ് മത്സരം നടന്ന വേദി റോമാണ്. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G. ശങ്കരക്കുറുപ്പാണ്. സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യ കൃതിയുടെ കർത്താവ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനം ഏത്? തേക്കിൻകാട് മൈതാനം. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ മുംബൈ. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. സോഫ്റ്റ്വെയറുകളിലും പ്രോഗ്രാമുകളിലും ഉണ്ടാകുന്ന തെറ്റുകൾ അറിയപ്പെടുന്നത് ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വനിത KR ഗൗരിയമ്മ. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ടോവി. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. നിങ്ങൾ 1 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് 20 ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. UNOയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് പൊതുസഭയാണ്. 2020 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്രസഭ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ആനന്ദലഹരി എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യർ. കഥകളിയുമായി സാമ്യമുള്ള കലാരൂപം യക്ഷഗാനം. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനവും ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിൻ്റെ ജീവരേഖ. മൗണ്ട് എവറസ്റ്റിൻ്റെ നിലവിലെ ഉയരം 8848.86 മീറ്റർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് തിരുവനന്തപുരം. 36 കോട്ടകൾ എന്നർത്ഥം വരുന്ന പേരുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ്. ദണ്ഡി യാത്രയെ മോസസിൻ്റെ ഇസ്രായേലിലേക്കുള്ള പലായനമെന്ന് വിശേഷിപ്പിച്ചത് PC റേ. ലാൽ ബക്ഷ് എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരി ഖുത്ബുദ്ദീൻ ഐബക്ക്. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ. സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ അതിനു മുൻപോ വിവരങ്ങൾ മനഃപൂർവ്വം മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 9. കുടമാറ്റം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ്? തൃശ്ശൂർ പൂരം. 2018 വിന്റർ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം നോർവേ. ഒന്നാം ഇന്റർനാഷണൽ ഔദ്യോഗികമായി പിരിച്ചുവിട്ട വർഷം 1876. കേരളത്തിലെ ജില്ലകളിൽ സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ മാത്രം എല്ലാ വശം ചുറ്റപ്പെട്ടതുമായ ജില്ല കോട്ടയം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതകളുടെ എണ്ണം 11. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം VS അച്യുതാനന്ദൻ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? റോബർട്ട് ക്ലൈവ്. ദുർഗേശ നന്ദിനി എന്ന കൃതി രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആൽസ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ. നഹർകാത്തിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദി മാഹി. 2023-24 ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വെളിയന്നൂർ, കോട്ടയം ജില്ലയിലാണ്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം മുഹമ്മദ് അസ്ഫറുദ്ദീൻ. ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ കന്നഡ നോവൽ ഹാർഡ് ലാം.
മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അടുത്തിടെ പിന്മാറിയ രാജ്യം USA. ദേശീയ കായിക താരങ്ങളും കായിക ഇനങ്ങളുമാണ്. ഇതെല്ലാം തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എപ്പോഴും PSC ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കുടുംബശ്രീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് നോക്കി വെച്ചേക്കുക. കുറച്ച് ചോദ്യോത്തരം കൂടി നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസർ ഒന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.